അസ്സലാമു അലൈക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അറിയാലോ, അതിൻ്റെ ഭാഗമായി ഇറക്കിയ CD-യിൽ ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും എന്ന ഖുർആനിൻ്റെ ഖണ്ഡിതമായ പ്രഖ്യാപനത്തിനെതിരായി KNM-ന്റെ പണ്ഡിതന്മാർ മലക്കുകൾ പ്രാർത്ഥന കേൾക്കും എന്നൊരു വാദം പുതുതായി ഉന്നയിക്കുന്നു. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ചോദ്യത്തിൽ പറഞ്ഞ ആരോപണം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന രണ്ടാളുകളും ഈ വേദിയിലുണ്ട്. ഒന്ന് നാസർ സുല്ലമിയാണ്, മറ്റൊന്ന് ഞാനാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയം എന്നറിയാതെ, എന്താണ് ഈ വിഷയം പറയാനുള്ള സാഹചര്യം എന്നറിയാതെയാണ് അനസ് മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിഷം വമിപ്പിക്കുന്ന ചില CD കമ്പനിക്കാർ ഇത്തരം CD-കൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ ഒരു വിവാദം തുടങ്ങിയപ്പോൾ ഏത് ഒരു അവസ്ഥയിലായിരുന്നോ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് മാറി ജിന്നിനോടുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട ഈ പിഴച്ച വാദത്തെ ന്യായീകരിക്കുവാനുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലരും രംഗത്ത് വരാൻ തുടങ്ങി. സൗദി അറേബ്യയിൽ നിന്ന് NV സാലിമിനെ പോലെ, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ പേജ് കണക്കിന് പുസ്തകങ്ങൾ തയ്യാറാക്കി ആളുകൾക്ക് അയച്ചു കൊടുത്തു. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ജിന്നുവാദികളായ വിദ്യാർത്ഥികൾ ലോകത്ത് കഴിഞ്ഞുപോയ ചില പണ്ഡിതന്മാരുടെ കിതാബുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 50-60 കിതാബുകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് ബൈൻഡ് ചെയ്ത് കേരളത്തിൽ പലയിടങ്ങളിലും വിതരണം ചെയ്തു. കേരളത്തിലാകട്ടെ സക്കരിയ സലാഹിയും അതേപോലെ ഫൈസൽ മുസ്ലിയാരും ഇത് വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു. ഈ ഓട്ടത്തിനിടയിൽ സത്യത്തിൽ രണ്ടുപേരും വിരുദ്ധമായ വാദങ്ങളിലേക്ക് വരെ എത്തിച്ചേർന്നത് നമുക്കറിയാം. കൊഴിച്ചനയിലെ സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്നാണ്. എന്നാൽ എല്ലാം ഹറാമാണ് എന്നാണ് അദ്ദേഹം അവിടെ എഴുതിയത്. എന്നാൽ മദീന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ കേരളത്തിൽ വിതരണം ചെയ്ത പുസ്തകങ്ങളിലും അതേപോലെ തന്നെ NV സാലിമും കൂട്ടരും ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നൽകിയ പുസ്തകത്തിലുമൊക്കെ ഇത് അനുവദനീയമാണ് എന്ന് വാദിച്ച ചില ആളുകളെയാണ് ഉയർത്തി കാണിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തത്. അവിടെ ഒരു വ്യത്യാസമുണ്ടായി. ഫൈസൽ മുസ്ലിയാർ ഈ വാദം എഴുതിയതിന് ശേഷമാണ് സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഒപ്പിട്ടു. എന്നെ എല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഒപ്പിട്ടു. ആരാ ഭീഷണിപ്പെടുത്തിയത്? കേരളത്തിലെ പ്രമുഖ കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാക്കളായ AP അബ്ദുൽ ഖാദർ മൗലവി, കരുവള്ളി മുഹമ്മദ് മൗലവി, PK അഹമ്മദ് അലി മദനി തുടങ്ങിയ ആ ആനയുടെ വലുപ്പമുള്ള അതേപോലെ ഒരു സിംഹത്തിന്റെ കരുത്തുള്ള ഈ മഹാന്മാരായ ആളുകൾ ചുറ്റും നിന്ന് നീ ഒപ്പിട്ടില്ലെങ്കിൽ നിന്നെ കുത്തി മലർത്തുമടാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒപ്പിട്ടു. എന്നിട്ട് സക്കരിയ അതിനെ ന്യായീകരിച്ച് പറയുന്നത്, ഞാനതിൽ ഒപ്പിട്ടതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ഒപ്പിട്ടത് എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബോധികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥം ശിർക്കാണെന്നാണ്. അത് ശിർക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗായിബായ ജിന്നാണെന്നാണ്. സക്കരിയ സലാഹിക്ക് ശിർക്കാണ് എന്ന അഭിപ്രായമുള്ള സഹായതേട്ടത്തെക്കുറിച്ചാണ് അത് ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ എഴുതുന്നത്. ഇങ്ങനെ പലരും പലതും പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനിടയിൽ ഒരു പുതിയ വാദം കടന്നു വന്നു. ജിന്നിനോട് അല്ലെങ്കിൽ മലക്കിനോട് പ്രാർത്ഥന നടത്തിയാൽ കേൾക്കില്ല, വിളിച്ചാൽ കേൾക്കും. ജിന്നുകളെ വിളിച്ചാൽ കേൾക്കും, മലക്കുകളെ വിളിച്ചാൽ കേൾക്കും, പക്ഷെ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല. ജിന്നിനോടുള്ള സഹായതേട്ടം
അത് പ്രാർത്ഥനയാവില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന ആര് മാത്രമേ കേൾക്കുകയുള്ളൂ? അള്ളാഹു മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് കേൾക്കുന്ന ഈ ശബ്ദപരിധിയിലുള്ള ജിന്നിനോടുള്ള സഹായതേട്ടം അതൊരിക്കലും തന്നെ ശിർക്കാവുകയില്ല എന്ന ഒരു പുതിയ വാദം ഖവാരിജികൾ കടന്നു വന്നപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവരായത്തോതിയതിനെ പറ്റി, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, പറഞ്ഞത് സത്യമാണ് പക്ഷെ അതുകൊണ്ട് ബാത്തിലാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന ഈ ഇസ്ലാമിന്റെ ഒരു തത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ഇവർ. എങ്ങനെ? നമ്മൾ ഒരാളോട് തേടിയാൽ അയാൾ അത് കേൾക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയാവില്ല. നമ്മളുടെ വിളി ജിന്ന് കേൾക്കുന്നു, അപ്പൊ പ്രാർത്ഥനയാവില്ല. നമ്മളുടെ തേട്ടം മലക്കുകൾ കേൾക്കുന്നു, അപ്പൊ കേൾക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയാവില്ല. കാരണം പ്രാർത്ഥന ആരേ കേൾക്കുള്ളൂ? അള്ളാഹു മാത്രമേ കേൾക്കുള്ളൂ എന്ന ഒരു വാദം വന്നപ്പോഴാണ് ആ വാദം തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത്, കേൾക്കുന്നു എന്നത് ഒരു കാര്യം പ്രാർത്ഥനയാവാതിരിക്കാനുള്ള തെളിവല്ല. കാരണം എല്ലാവരും പ്രാർത്ഥനയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മരുഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ജിന്നുകളെ വിളിച്ചു തേടിയത്, ശരണം തേടിയത്, രക്ഷ തേടിയത്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ജിന്നുകളോട് ഇസ്തിആദത്ത് നടത്തുകയാണ്. ഈ ഇസ്തിആദത്ത് ആ ജിന്നുകൾ കേൾക്കുന്നു. ഇത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ കേൾക്കുന്നു, ഒരു തേട്ടം, ഒരു ശക്തി കേൾക്കുന്നു എന്നതുകൊണ്ട് അതൊരിക്കലും പ്രാർത്ഥനയാവാതിരിക്കുക. നമ്മളന്ന് ചോദിച്ചതും അതാണ്. ഒരാൾ ചെന്നിട്ട് ഇപ്പൊ കാന്തപുരത്തിനെ പറ്റി നാട്ടിലെ ഒരു സാധാരണക്കാരനായ സുന്നിയുടെ വിശ്വാസം എന്താണ്? അദ്ദേഹം ഭയങ്കര മഹാനാണ് എന്നാണ്. കാരണം റസൂലിന്റെ മുടി കിട്ടി, ഖബറിന്റെ മുള്ള പൊടി കിട്ടി, അതേപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് അവസാനം അള്ളാന്റെ റസൂല് വെള്ളം കുടിച്ച പാത്രം വരെ കിട്ടി. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ശൈഖ് വേറില്ല. അനസ് മൗലവി സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ വലിയ ശൈഖാണ്. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ വസ്ത്രത്തിൽ ആ ശൈഖിനെ മറയുന്നത്. അള്ളാന്റെ റസൂലാണ് ഇമാമായി നിൽക്കുന്നത്. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ആയത്ത് വരുന്നത്, നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അള്ളാന്റെ റസൂല് നിസ്കരിച്ച 70-ലധികം തവണ വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇമാം എന്ന ശൈഖാണ്. എന്തായാലും കാന്തപുരം മരിച്ചാൽ അള്ളാന്റെ റസൂൽ ഇമാമത്തായൊന്നും നിസ്കരിക്കൂലല്ലോ. ഇനി അങ്ങനെ നിസ്കരിച്ച ആളാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അതുകൊണ്ട് മൂപ്പര് മഹാനാവോ? എന്നാൽ അങ്ങനെ മഹാനാണ് എന്ന് വിശ്വസിച്ച് ഒരാള് കാന്തപുരത്തിന്റെ അരികിൽ ചെന്ന് പറയുന്നു, കാന്തപുരസ്ഥാതെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10-15 കൊല്ലായി, ഇതുവരെ എനിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് ജാറത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മുടിയും കിട്ടി, പൊടിയും കിട്ടി, തടിയും കിട്ടി, ഇതൊക്കെ കിട്ടിയല്ലോ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് കാന്തപുരത്തിന്റെ അരികിൽ മർക്കസിന്റെ ഓഫീസിൽ പോയി ഒരാൾ കാന്തപുരത്തോട് തേടുന്നു. ഇത് പ്രാർത്ഥനയാണോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് പ്രാർത്ഥനയാകുമോ ഇല്ലേ? ഒരാൾക്കും തർക്കമില്ലാതെ പ്രാർത്ഥനയാണ്. എന്നാൽ ഒരാൾ പറയുന്നു അത് പ്രാർത്ഥനയാവില്ല. കാരണം പ്രാർത്ഥന ആരേ കേൾക്കൂ? അള്ള മാത്രമേ കേൾക്കൂ. ഞാൻ പറഞ്ഞ കാന്തപുരം കേട്ടില്ലേ? കേട്ടു. അപ്പം പ്രാർത്ഥന അള്ള മാത്രമേ കേൾക്കൂ. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അള്ള കേൾക്കുന്നതല്ലേ പ്രാർത്ഥനയാകുള്ളൂ. ഇതെങ്ങനെ പ്രാർത്ഥനയാകും എന്നൊരാൾ ചോദിച്ചാൽ, അതാണ് കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ഒരു സത്യത്തെ തങ്ങളുടെ പിഴച്ച വാദത്തിനുള്ള ദുർവ്യാഖ്യാനമായി കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ഇവർ ശ്രമിച്ചു. ജിന്നുകളോടുള്ള സഹായതേട്ടം ശബ്ദപരിധിയിലുള്ള ജിന്നാണ്, അത് ഹാളിറായ ജിന്നാണ്, കേൾക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് കേട്ടാൽ, അങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല എന്നൊക്കെ ചത്തബോത്തിന്റെ പ്രസംഗത്തിൽ ഫൈസൽ മുസ്ലിയാർ വിശദീകരിക്കുകയും കരീം മൗലവിയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയും ഒക്കെ ചെയ്ത ഈ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. അത് എല്ലാവരും പറഞ്ഞതാണ്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഹംസ മദീനി വളരെ കൃത്യമായി അത് ഈ വിവാദങ്ങൾക്കൊക്കെ മുമ്പ് പ്രസംഗിച്ചു. അപ്പൊ ഇത് നമ്മൾ ജിന്നുകളോട് പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു, ഇപ്പോഴും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. പിശാചുക്കൾ ജിന്നിന്റെ ഒരു ഇത് തന്നെയാണല്ലോ. ഇപ്പോഴും പിശാചുക്കളെ ആരാധിക്കുകയും പിശാചുക്കളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ അവരുടെ അനുയായികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. എന്തിനു വേണ്ടി? എന്നും അവരെ ആ ഷിർക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി. അപ്പോൾ പ്രാർത്ഥിക്കും, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, അവരത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം.
അപ്പം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ കേൾക്കുന്നു, മരിച്ചുപോയ ജിന്നുകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പ്രാർത്ഥന കേൾക്കും, പക്ഷെ പാടുണ്ടോ? ഇല്ല. ഇതാണ് മുമ്പ് പ്രസംഗിച്ചു. അപ്പൊ ഇത് നമ്മൾ എടുത്ത് കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നാസർ സലമി പറഞ്ഞത് വേറെ, കായക്കൊടി പറഞ്ഞത് വേറെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് അവസാനം എന്തായിന്ന് വെച്ചാൽ KC അബൂബക്കർ മൗലവി പറഞ്ഞ മുസ്ലിയാരെ ചാണകത്തിൽ ചാടിയ മാതിരിയായി. അവസാനം മൂപ്പര് പറയാണ്, അങ്ങനെ ചില തേട്ടങ്ങൾ ജിന്നുകൾ കേട്ടിട്ടുണ്ട് എന്ന്, അത് ആ തേട്ടങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പണ്ഡിതന്മാർ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. അപ്പൊ തെളിവുണ്ടെന്നായില്ലേ? ഇതേ ഇതിലുള്ളൂ. വിഷയം ഇത്ര മാത്രമാണ്. ഒരാൾ തേടുന്ന തേട്ടം മറ്റൊരു ശക്തി കേട്ടു എന്നതുകൊണ്ട് മാത്രം അത് പ്രാർത്ഥനയാകാതിരിക്കുമോ? ഇല്ലേ? ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിൽ വെക്കുക. കാന്തപുരത്തോട് ഒരാൾ അയാളുടെ അരികിൽ പോയി, നിങ്ങൾ എനിക്കൊരു കുട്ടിയെ തരണേ, നിങ്ങൾ എൻ്റെ രോഗം മാറ്റി തരണേ, അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ അരികിൽ ചെന്ന് നിങ്ങൾ എനിക്കൊരു കുട്ടിയെ തരണേ, എൻ്റെ രോഗം മാറ്റി തരണേ എന്ന് തേടിയാൽ അവരത് കേൾക്കും. ഇയാളുടെ മനസ്സറിയും, ഇയാളുടെ കൽബിലുള്ള മുഴുവൻ അറിയും, ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്നൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞത് അയാൾ കേൾക്കും. അത് കേട്ടു എന്നതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹ് മാത്രമേ കേൾക്കുള്ളൂ, ഇത് ഇയാൾ കേട്ടത് കൊണ്ട് അത് പ്രാർത്ഥനയല്ല എന്ന് പറയാൻ പാടില്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിൽ നമ്മൾ പങ്കുചേർത്തിട്ടില്ല. അള്ളാഹു അല്ലാത്തവര് പ്രാർത്ഥന കേൾക്കുന്നവരാണ്, അങ്ങനെ കേട്ട് ഉത്തരം ചെയ്യുന്നവരാണ് എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ല. ചോദ്യത്തിന് കൃത്യമായ മറുപടി ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി ഇവിടെ നൽകുകയുണ്ടായി. ഒരൊറ്റ കാര്യം മാത്രം കൂട്ടിച്ചേർക്കുവാനാണ് ഉദ്ദേശിച്ചത്. ഇത് ഈ കാണുന്ന സാധനം യാ ഇബാദല്ലാ വസ്തുത എന്ത്? ജിന്നുവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിചയമുള്ള ആളുകൾക്കൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവാം. ജിന്നുവാദികളുടെ കൈകളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഖുർആൻ ഉള്ളതുപോലെ അവരുടെ വീടുകളിൽ ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവും ചെയ്യും. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഷാർജ ഷെയ്ഖായിരുന്നു. അദ്ദേഹമാണ് ഇതിനെ പരിചയപ്പെടുത്തിയത്. എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെയൊക്കെ 150 രൂപക്കാണ് ഈ ദുർബല ഹദീസിന്റെ വസ്തുത പഠിപ്പിക്കാൻ വേണ്ടി ഇവർ വിതരണം ചെയ്തത്. ഞാനിതോടെ പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ 29ാമത്തെ പേജിൽ നേരത്തെ കായക്കൊടി വിശദീകരിച്ചതുപോലെ അബദ്ധമായ ചില വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ചില തത്വങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ആ തത്വങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഇതുപോലെയുള്ള പലതും അബദ്ധങ്ങളും ഇവരെ പറയും, മറ്റുള്ളവരെ പേരിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ 29ാമത്തെ പേജിൽ ജിന്നുകൾ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുമോ എന്നുവെച്ചാൽ ജിന്നുകളെ ഭൗതികമാക്കണം, ജിന്നുകൾ അഭൗതികമല്ല, ജിന്നുകൾ ഭൗതികമാണ് എന്ന് വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർത്താൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന കേട്ടെങ്കിലേ അത് ശിർക്കാവുള്ളൂ, എന്നാൽ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമേ കേൾക്കുള്ളൂ, അള്ളാഹു മാത്രമേ കേൾക്കുള്ളൂ എന്നതുപോലെ അഭൗതികമായ സൃഷ്ടിയോട് സഹായം ചോദിച്ചാലാണ് അത് ശിർക്കാവുക. ജിന്നുകൾ അഭൗതികമല്ല ഭൗതികമാണ് എന്ന് വരുത്തി തീർക്കലാണ് ലക്ഷ്യം. അതിനുവേണ്ടി ചാപ്റ്റർ തന്നെ കൊടുത്തു, ജിന്നുകൾ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുമോ. എന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോളി. നമ്മൾ പല പ്രാർത്ഥനകൾ നടത്തുമ്പോഴും പ്രാർത്ഥന എന്ന വാക്കിനെ ഉപയോഗിച്ചത്, എന്നിട്ട് ബ്രാക്കറ്റിൽ വീട്ടിലേക്ക് കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, പിന്നെ ഡോട്ട്സ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ. ഈ പ്രാർത്ഥനകൾ കേട്ട് ജിന്നുകൾ പ്രതികരിക്കുന്നതായി ഹദീസുകളിൽ കാണാം. അപ്പോ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന ആര് കേൾക്കുന്നു? ജിന്നുകൾ കേൾക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന ആര് കേൾക്കുന്നു? ജിന്നുകൾ കേൾക്കുന്നു. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ആര് കേൾക്കുന്നു? ജിന്നുകൾ കേൾക്കുന്നു. ആരാ ഇത് പറയുന്നത്? അല്ലാത്തവരൊക്കെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് കായക്കൊടിയും നാസുല്ലമിയും പറയുന്നത് എന്ന് പുളിക്കൽ നടന്ന മുഖാമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈസലിന്റെ വാദത്തെ പച്ചയായി തെളിയിച്ചുകൊണ്ട് വിശദീകരിച്ചപ്പോൾ അതിനെ വികലീകരിച്ച വ്യക്തികളാണ്. എന്നാൽ അതിനു മുമ്പിറങ്ങി ഈ സാധനം ഇതിൽ കൃത്യമായി പറയുന്നു, ജിന്നുകൾ പ്രാർത്ഥന കേൾക്കും എന്ന് മാത്രമല്ല അത് കേട്ട് പ്രതികരിക്കുകയും ചെയ്യുമെന്ന്. പ്രാർത്ഥന കേട്ട് പ്രതികരിക്കുക എന്താ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു അബദ്ധവാദത്തിന് വേണ്ടി തെളിവുകൾ കൊണ്ടുവരുമ്പോൾ ഇതേ അവസ്ഥയായിരിക്കും. എന്നാൽ അതേ പുളിക്കലിൽ വെച്ച് തന്നെ
ഫൈസലിന്റെ രണ്ടാമത്തെ ഫൈസലിന്റെ വാദത്തിന് പിന്നീട് മറുപടി നൽകിയപ്പോൾ ഫൈസൽ അതിനെ പ്രാർത്ഥന എന്നതിന് സ്വന്തം വ്യാഖ്യാനം നൽകി. പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള കേൾവി അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രശ്നം തീർന്നു. ഉത്തരം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രാർത്ഥന അള്ളയല്ലാതെ ഒരാൾക്കും കേൾക്കാൻ കഴിയൂല. ഇത് ആവർത്തിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ വിശദീകരിച്ചതാണ്. പക്ഷെ പ്രശ്നം അതല്ല. ഒരു സംഗതി പ്രാർത്ഥനയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് നിജപ്പെടുത്തിയതിനു ശേഷമേ പറയാൻ പാടുള്ളൂ എന്ന വാദം അത് പ്രമാണവിരുദ്ധമാണ്. എന്നാൽ ഇത്തരം ജിന്നുകളടക്കമുള്ളവർ, പിശാചുക്കളടക്കം പ്രാർത്ഥന കേൾക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ കേട്ട് ജിന്നുകൾ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞതും ഈ വ്യതിയാനക്കാർ തന്നെയാണ് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഇത് ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ പേജ് നമ്പർ ഒന്ന് നമ്മുടെ സഹോദരങ്ങൾ ഓർത്തു വെക്കുക. യാ ഇബാദല്ലാ എന്ന ഇവർ ഇറക്കിയ 150 രൂപയ്ക്ക് നിരന്തരമായി വിതരണം ചെയ്ത ഒരു സാധനമാണ്. അതിന്റെ 29ാമത്തെ പേജിൽ ഇക്കാര്യമുണ്ട്. അത് നമ്മൾ ഓർത്തു വെക്കാം.